ഈ വീഡിയോയിൽ പശ്ചാത്തല ചിത്രം ചലിപ്പിച്ച് അനിമേഷൻ തയ്യാറാക്കുന്ന വിധമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ FPS 12 ആയി സെറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രൊജക്റ്റിലെ ഫ്രെയിംസ് മോഡിലാണ് പശ്ചാത്തല ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രെയിംസ് മോഡിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഇതിനെ ചലിപ്പിക്കാൻ സാധിക്കൂ. ബാക്ക്ഗ്രൗണ്ട് മോഡിൽ ഇവിടെ ചിത്രമൊന്നുമില്ല. ഈ പ്രവർത്തനത്തിന് പശ്ചാത്തലം തയ്യാറാക്കുമ്പോൾ നിലവിലുള്ള ക്യാൻവാസിനേക്കാളും വലിയ വീതിയിൽ തയ്യാറാക്കിയ ചിത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഈ പശ്ചാത്തല ചിത്രത്തിന്റെ വീതി നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ വലിയ പശ്ചാത്തല ചിത്രം തയ്യാറാക്കിയോ നിലവിലുള്ള പശ്ചാത്തല ചിത്രത്തെ ഡ്രാഗ് ചെയ്ത് വലുതാക്കിയോ പശ്ചാത്തലം തയ്യാറാക്കാവുന്നതാണ്. ഈ പശ്ചാത്തലത്തിലേക്ക് ഒരു ചിത്രത്തെ കൊണ്ടുവരാം. ഇൻസേർട്ട് ബിറ്റ്മാപ്പ്. ഈ ചിത്രത്തെ ഒന്ന് ചെറുതാക്കാം. ഇനി ഈ ചിത്രത്തെ ഈ ഭാഗത്ത് ക്രമീകരിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ ചിത്രങ്ങൾ തയ്യാറായി. ഇനി ഈ ഫ്രെയിമിനെ മറ്റ് ഫ്രെയിമുകളിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇവിടെ 12 ഫ്രെയിമിലേക്ക് ചിത്രത്തെ പേസ്റ്റ് ചെയ്യാം. ഇനി ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് പശ്ചാത്തലത്തെ അല്പം നീക്കിവെക്കുക. അതിനായി ഈ ക്യാൻവാസിനെ സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്യാനായി താഴെയുള്ള ഈ സൂം വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ പെർസെന്റേജ് സെലക്ട് ചെയ്യുക. ഇനി പശ്ചാത്തലത്തിൽ ക്ലിക്ക് ചെയ്ത് ആരോ കീ ഉപയോഗിച്ച് ഈ ഭാഗത്തേക്ക് നീക്കിവെക്കുക. ആരോ കീ ഉപയോഗിച്ചാണ് പശ്ചാത്തല ചിത്രത്തെ നീക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. ശേഷം ആ ഫ്രെയിമിലെ പശ്ചാത്തല ചിത്രത്തെ നേരത്തെ നീക്കിയതിലും ഇരട്ടി നീക്കിവെക്കുക. ശേഷം അടുത്ത ഫ്രെയിം. ഇങ്ങനെ ഓരോ ഫ്രെയിമിലും ക്ലിക്ക് ചെയ്ത് പശ്ചാത്തലത്തെ വളരെ കൃത്യമായി തൊട്ടു പിന്നിലെ ചലനത്തിന് ആനുപാതികമായി ഫ്രെയിമിലെ ചിത്രത്തെ നീക്കിവെക്കുക. ഇങ്ങനെ ആരോ കീ ഉപയോഗിച്ച് ചിത്രത്തെ ചലിപ്പിക്കുമ്പോൾ കൺട്രോൾ കീ അമർത്തിപ്പിടിക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ 1 മുതൽ 12 വരെ ഫ്രെയിമുകളിലുള്ള പശ്ചാത്തലത്തിന്റെ സ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂം ഇൻ ചെയ്ത് ക്യാൻവാസിനെ പൂർവ്വസ്ഥിതിയിലാക്കാം. ഇനി പ്ലേ ചെയ്യാം. ഓക്കെ, ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു.